സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ബാലിയിൽ താമസിച്ച ഒരു വെറൈറ്റി പൂൾ വില്ലയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു പ്രൈവറ്റ് പൂളും ഉണ്ട്, പിന്നെ എല്ലാവർക്കും കയറാൻ പറ്റിയ ഒരു പബ്ലിക് പൂളും ഉണ്ട്. അപ്പോൾ ഈ വില്ലയിൽ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഗരുഡ ഭഗവാന്റെ ഒരു ശില്പം തന്നെയുണ്ട് ഇവിടെ. പിന്നെ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇവരൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരും. അപ്പോൾ ഈ വില്ലയുടെ പേര് ബാലി മസാരി വില്ല എന്നാണ്. പിന്നെ ബാലിയിലെ ഉബുദിലാണ് കേട്ടോ ഈ വില്ല ഉള്ളത്. അപ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ പേര് ചെമ്പക എന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ കോട്ടേജ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ കോട്ടേജ് ടൂർ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാലി മസാരി വില്ലയിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ റൂം. ഇവിടെ ഫുള്ള് കുറേ സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ ഉള്ളത് ഒരു ഡൈനിങ് ടേബിളാണ്. ഒരു ടേബിൾ എന്നിട്ട് ഇവിടെ കുറേ ചെയർ ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വലിയൊരു മിറർ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഫുൾ സൈസ് മിറർ ഉണ്ട് ഇവിടെ. എന്നിട്ട് പിന്നെ ഇവിടെ AC ഉണ്ട്, പിന്നെ ലാമ്പ് ഉണ്ട്. ഇവിടെ ഫുൾ ഇതുപോലത്തെ സെറ്റപ്പ് നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ മൊത്തം കിച്ചൺ ആണ് കേട്ടോ. കിച്ചൺ ഉണ്ട്, പിന്നെ ഓവൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ക്യാബിനറ്റ് ഉണ്ട്, കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എന്നിട്ട് കോഫി മേക്കർ ഉണ്ട്, അതുപോലെ കുറേ ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ വരണം. ഒരു സിറ്റ് ഔട്ട് ഏരിയ, ഒരു ഹാള് പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ കൗച്ച് ഉണ്ട്, എന്നിട്ട് TV ഒക്കെ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ലാമ്പ് ഉണ്ട്, പിന്നെ ഇവിടെ ടേബിൾ ഉണ്ട്, പിന്നെ ചെയേഴ്സ്, അതുപോലത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഈ ഒരു റൂമിൻ്റെ മെയിൻ ഒരു അട്രാക്ഷനിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഏരിയ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്കിവിടെ നല്ലൊരു സിറ്റിംഗ് ഏരിയ കാണാം. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു അരുവി പോലത്തെ ഒരു സംഭവമാണ്. നല്ല ഭംഗിയാണ് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ കാണാനായിട്ട്. പിന്നെ അപ്പുറത്ത് കാണാമല്ലോ നിങ്ങൾക്കൊരു വില്ല. അവിടെ ശരത്തമ്മാവൻ്റെ വില്ലയാണ് കേട്ടോ. ഈ വില്ലയുടെ അപ്പുറത്ത് അവിടെ ബാൽക്കണി കണ്ടോ, അത് ശരത്തമ്മാവനാണ് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടുത്തെ മെയിൻ, കാരണം ബാലി മസാരി വില്ലയിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനാണ് നമ്മുടെ ഓൺ പൂളാണ് നമുക്കിവിടെ ഉള്ളത്. ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ ഇത്. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പൂള് കാണാം. ഇവിടെ ഞാനും ശിവാനും ചേച്ചിയൊക്കെ ഇന്നലെ കളിച്ചായിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇവിടെ കളിക്കാൻ തന്നെ. പിന്നെ നല്ല ചൂടും കോൾഡും ആയിട്ടുള്ള നോർമൽ വാട്ടറാണ് ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ പൂള് ഇറങ്ങി അരുവിയൊക്കെ കാണാം. പിന്നെ ഇതുപോലത്തെ തന്നെ 5 വില്ലയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഒന്ന് ഞങ്ങൾക്കും, പിന്നെ ശരത്തമ്മാവനും, പിന്നെ തത്തച്ഛനും തത്തച്ചിക്കും, പിന്നെ ശശികൊച്ചിനും മണിച്ചിട്ടേക്കും, പിന്നെ ശിവാനുവിനും ശരണിച്ചിട്ടേക്കും സായു ചോച്ചിനും. റൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പുല്ല് കൊണ്ട് മേഞ്ഞാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫുൾ AC ആണ്. ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത വില്ല. ഇത് ശരത്തമ്മാവിൻ്റെ വില്ലയാണ്. ഇത് അപ്പുറത്തുള്ളത് മാളിച്ചിറ്റയുടെ വില്ല. 3 വില്ല അടുപ്പിച്ചാണ്. ഇത് 2 ആണ് കേട്ടോ തത്തച്ചിയുടെയും തത്തച്ഛൻ്റെയും ശശികൊച്ചൻ്റെയും മണിച്ചിട്ടയുടെയും വില്ല. തത്തച്ചി ഹായ് കാണിക്കുന്നുണ്ട്. ഇത് മാളിച്ചിറ്റയുടെ വില്ലയാണ്. അപ്പോൾ ഇവിടുത്തെ ബാത്റൂം ഒക്കെ ഭയങ്കര വലുതാണ് കേട്ടോ. ബാത്ത് ടബൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം, വലിയ ബെഡൊക്കെയാണ്. ഫ്രണ്ട്സ്, മാളിച്ചിറ്റയുടെ ഒക്കെ വില്ല വെറൈറ്റി ആണ് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വേണം പോകാൻ പൂളിലോട്ട്. എല്ലാ വില്ലകളും വെറൈറ്റി ആണ്, വേറെ വേറെ സ്ട്രക്ചേഴ്സ് ആണ് എല്ലാ വില്ലകളുടെ. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ പൂളിലോട്ട് പോകണം. ഫ്രണ്ട്സ്, ഇവരുടെ പൂള് കണ്ടോ, അടിപൊളി പൂളല്ലേ. എല്ലാവരുടെ പൂള് സെയിം ആണ്, പക്ഷെ ആ പൂളുള്ള സ്ഥലം വെറൈറ്റി ആണ് കേട്ടോ. അത് ഓണാക്കുമ്പോൾ അത് നമുക്ക് ഓൺ ചെയ്യാതെ ഓഫ് ചെയ്യാം. ഓൺ ആക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെള്ളം വരും. നമ്മുടെ അവിടുത്തെ പൂളിലും ഇതുപോലത്തെ പൂൾ സ്വിച്ച് ഉണ്ട് കേട്ടോ. ഇതെല്ലാ സ്ഥലത്തുള്ളതാട്ടോ. അപ്പൊ ഇവിടെ ഈ പൂളിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ ലോൺ ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അരുവിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. ശരിക്കും നമ്മളൊരു കാടിന്
വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല വലിയ ബംഗ്ലാവ് പോലത്തെ വില്ലകളാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രിയിലാണ് ഇവിടെ വന്നത്. അപ്പൊ രാത്രി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി പേടിയൊക്കെ തോന്നി, കാരണം ഭയങ്കര ഒരു കാട് പോലത്തെയൊക്കെ ഫീലായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ ശരിക്കും ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയത്. പിന്നെ ഈ വില്ലകളുടെ റൂഫ് എല്ലാം പുല്ലുകൊണ്ടെല്ലാം ഇങ്ങനെ മേഞ്ഞതാണ്, ടാച്ച് ചെയ്തതാണ്. അപ്പൊ നമുക്കിനി മുകളിലോട്ട് കയറി എല്ലാവരും റെഡി ആയോ നോക്കാം. ഇനി നമുക്ക് കുറേ സ്ഥലങ്ങൾ ഇന്ന് കാണാനുണ്ട്. ശിവാനൊക്കെ റെഡിയാവോ എന്ന് നോക്കാം. അവൻ പല്ല് തേച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് വലിയ പുല്ല് കുറേ നേരം കുളിച്ചായിരുന്നു കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഈ വില്ലയുടെ റൂഫ് നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പൊ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. ശിവാനന്ദ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ റെസ്റ്റോറന്റിലേക്ക് നമുക്ക് സ്റ്റെപ്പ് കയറി വേണം പോവാനായിട്ട്. അവിടെയാണ് അപ്പൂപ്പനും അമ്മയും ഉള്ളത്. ഞാൻ ഇന്നലെ പുളി കുടിച്ച അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നേക്കുമാണ് നമ്മൾ. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഓർഡർ എടുത്തു. എനിക്ക് ഇവിടുത്തെ പൂള ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ബാക്കി നമ്മൾ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓർഡർ കൊടുത്തേക്കുന്നത്. അപ്പൊ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. തത്തച്ഛനും തത്തച്ഛനും എല്ലാവരും അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ പൂൾ വില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വാട്ടർമെലൺ കഴിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൂട്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറയാമോ? വാട്ടർമെലൺ, പപ്പായ, പൈനാപ്പിൾ, കുക്കുംബർ. ഫ്രണ്ട്സ്, ഇത് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സ്ക്രാമ്പിൾഡ് എഗ്, ബ്രെഡ്, ടോസ്റ്റഡ് ബ്രെഡ്, സോസേജ്, ജാം, പിന്നെ ജ്യൂസ്. പിന്നെ ഇവിടെ ഒരു ഗരുഡ ഭഗവാന്റെ ശില്പമുണ്ട്. അപ്പൊ ഞങ്ങളെ ചോദിച്ചപ്പോ ഇവരാണ് പറഞ്ഞത് ഇത് ഗരുഡ ഭഗവാന്റെ ശില്പാണെന്ന്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ റിസപ്ഷൻ ഏരിയയിലോട്ട് പോവാണ്. ഫ്രണ്ട്സ്, നമുക്കിവിടെ ഒരു ബിഗ് പൂളുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി പോയി നമ്മൾ ഈ പൂളിലാണ് കുളിച്ചത്. ഇവിടെ കിഡ്സ് പൂളുണ്ട്, അത് ഭയങ്കര ആഴാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഇത് കണ്ടോ, ഭയങ്കര വലിയ പൂളാണിത്. ഇവിടെ ലോഞ്ചിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 11 മണി 12 മണിയൊക്കെ വരെ ഈ പൂളിൽ കുളിച്ചു. ഭയങ്കര രസമായിരുന്നു, പക്ഷെ ആഴം കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ബാലി മസാരി വില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞങ്ങൾ പോയ ടൂർ പാക്കേജ് കോട്ടയം ഡീർവാലി ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കൂടെയാണ്.
അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും ബാലിയിൽ വന്നിട്ട് ബാലി മസാരി വില്ലയിൽ താമസിച്ചത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് 5 കോട്ടേജ് ആണ് ഇവിടെ കിട്ടിയത്. 5ഉം നല്ല വലിയ കോട്ടേജ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സർവീസും ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ എല്ലാവരും നല്ല സ്വീറ്റ് ആണ്. കാരണം റിസപ്ഷനിലെ ചേച്ചി ഞങ്ങളോട് കുറേ മിണ്ടി. ചേച്ചി ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തീർത്ഥഗംഗ വാട്ടർ ഗാർഡൻ, ലെംപുയാങ് ടെമ്പിളും ഹെവൻസ് ഗേറ്റും ആണ്. അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കാരണം ഇതിന്റെ കൂടെ ഇട്ടാൽ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.